ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ വുൾവേർഡ്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ മേക്കപ്പ് പ്രോഡക്ട്സിന് 50% ഓഫ് ഉണ്ടെന്ന് കേട്ടു. ആൻഡ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വൗച്ചറും ഉണ്ട്. സോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഫിംഗേഴ്സ് ക്രോസ്ഡ്. എനിക്ക് കാര്യമായിട്ട് മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യാത്ത ഒരാളാണ്. സോ എനിക്ക് കറക്റ്റ് അറിയില്ല എന്തൊക്കെ മേടിക്കണം എന്നും അത് മേടിച്ചാൽ ശരിയാവുമെന്നൊക്കെ. അമ്മേ മേടിക്കുമോ? മേടിച്ചില്ല. ആൻഡ് അപ്പോൾ എന്തായാലും പോയി നോക്കാം. കേട്ട ഇൻഫർമേഷൻ കറക്റ്റാണ്. എല്ലാത്തിനും 50% ഓഫ് ഉണ്ട്. പിന്നെ എന്തൊക്കെ എടുക്കേണ്ടതെന്ന് നോക്കട്ടെ. ഞാൻ സാധനങ്ങൾ മേടിക്കാൻ തന്നെയാട്ടോ ഇന്ന് പോയത്. ലൈക്ക് ഞാൻ പൊതുവേ ഷോപ്പിംഗ് ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഷോപ്പിംഗ് ഒരുപാട് ചെയ്യുമ്പം അതിൻ്റെ ബില്ലിങ്ങിന് കൂടുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു പേടിയൊക്കെ വരുന്ന ഒരു ടൈപ്പാണ്. ആൻഡ് അത് പലർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ഇഷ്ടമല്ല. ഞാൻ ജനറലി ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് വളരെ വളരെ കുറവാണ്. കാരണം മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ലക്ഷറി ആണല്ലോ. ആൻഡ് ഞാനതങ്ങനെ ഞാൻ പ്രിഫർ ചെയ്യാറില്ല ഒരുപാട് മേക്കപ്പ് മേടിക്കുന്നത്. ആൻഡ് ഇവിടെ മേക്കപ്പ് ഭയങ്കര എക്സ്പെൻസീവും കൂടാണ്. സോ അതൊരു എക്സ്ട്രാ അത് വേണ്ട എന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ മേടിക്കാറുമില്ല. പക്ഷേ എനിവേസ് ഞാൻ അറിഞ്ഞായിരുന്നു ഇവിടെ ഈ MCOB എന്നോ അങ്ങനെ എങ്ങാണ്ട് എൻ്റെ പേര്, ഈ ഒരു ബ്രാൻഡ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നല്ല കുറേ റിവ്യൂസ് കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ആൻഡ് ഇപ്പോഴതാണെങ്കിൽ 50% ഓഫ് വേണം. ആൻഡ് അതിൻ്റെ പുറമെ എനിക്ക് ഓഫീസിൽ നിന്ന് എനിക്കൊരു വൗച്ചർ കിട്ടും. നമുക്കിങ്ങനെ അവാർഡ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേനും അവരിങ്ങനെ പോയിന്റ്സ് നമുക്ക് തരും. ആൻഡ് അത് നമുക്ക് പിന്നെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ക്യാഷ് ആക്കാം. സോ അങ്ങനെ ഒരു വൗച്ചറും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേനും ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഒരിക്കലും മേടിക്കില്ല. കയ്യിൽ നിന്ന് കാശിട്ട് എന്തായാലും മേടിക്കാൻ പോകുന്നില്ല. സോ ഇത് എനിക്ക് വേണ്ടി തന്നെ ഞാൻ ഏൺ ചെയ്ത് ഞാൻ ഡിസേർവ് ചെയ്തിട്ട് മേടിക്കുന്ന ഒരു സംഭവമാണ്. സോ ഞാൻ മേടിച്ച് തകർത്തു. കാണിച്ചു തരാം. അയ്യോ, ഇത്ര ലോങ് ബില്ല് ഇതുണ്ടോ എൻ്റെ പൊന്നെ. ഇതെവിടെ ബില്ല് കൊണ്ട് നിൽക്കും? ആകപ്പാടെ 2 ബാഗേ നിറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ടോട്ടൽ ബില്ല് ഇത് വിത്തൗട്ട് സ്പെഷ്യലാണ്. ടോട്ടൽ ബില്ല് $500. ഞാൻ ഒബ്വിയസ്ലി $500 കൊടുത്തിട്ടില്ല. സേവിങ്സ് ഉണ്ട് $206 സേവിങ്സ് ആണ്. സോ അത് സെയിൽ ആയതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഐറ്റംസ് ആണ്. ആൻഡ് അതിൻ്റെ പുറമെ ഒരു എക്സ്ട്രാ 10% ഓഫും ഈ സെയിലിൻ്റെ പുറത്ത് 10% ഓഫും ഒക്കെ കിട്ടിയായിരുന്നു. സോ എല്ലാം കൂടെ ചേർത്ത് $206 എനിക്ക് സേവിങ്സ് ആയി. പിന്നെ നമ്മൾ കയ്യിൽ നിന്നപ്പോൾ ആയത് $266. ആൻഡ് എനിക്ക് ഒരു $150 വൗച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഒരു $100 കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. ആൻഡ് അതും നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വേറെ മേടിച്ചിട്ടുമുണ്ട്. നമ്മുടെ നോർമൽ പാല് അങ്ങനത്തെ ഐറ്റംസ് അതിൻ്റെ കൂടെ തന്നെ മേടിക്കുകയും ചെയ്തു. സോ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ മേടിച്ച മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചു തരട്ടെ. ഒരു ചെറിയ മേക്കപ്പ് ഹാൾ. ഇതാണ് നമ്മൾ മേടിച്ച എല്ലാ പ്രോഡക്ട്സും. അപ്പോൾ ഈ ഒരു ബാഗിലുണ്ട് നമ്മളിന്ന് മേടിച്ച എല്ലാ പ്രോഡക്ട്സും. ഈ ഒരു ചെറിയ ബാഗ് ഇത്ര ഐറ്റംസിന് ഒരു ഓവർ $200 ആകുമെന്ന് അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ബട്ട് എനിവേസ് എല്ലാ ഐറ്റംസും ഹാഫ് പ്രൈസിലായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആദ്യം സാധനങ്ങൾ പുറത്തെടുത്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് ഒരു സൂപ്പർ ഗ്ലോ ഫേസ് ആൻഡ് ബോഡി ഓയിൽ സ്റ്റിക്ക്. സത്യം പറഞ്ഞാൽ പകുതി സാധനങ്ങൾ എന്തിനാ മേടിച്ചതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്തും കൂടെ മേടിച്ചതാണ്. എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഇത് പറയുന്നത് നമുക്കിങ്ങനെ നമ്മുടെ ഹൈലൈറ്റ് ഏരിയാസിലൊക്കെ ഇങ്ങനെ ഇട്ടാൽ നല്ലൊരു ഓയിലി ഒരു ഷിമറി ലുക്ക് വരുമെന്ന്. എനിക്ക് ആ ഒരു ഓയിലി ലുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ അടുത്തത് ഇതെല്ലാം MCO ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഒരു മിക്ക ഐറ്റംസും ഇത് നമ്മുടെ ചുമ്മാ ഫേഷ്യൽ ഇതിലെ റേസർ പോലെ അത് സാധനം. അത് ഭയങ്കര എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി 2 മേടിച്ചു കേട്ടോ. പിന്നെ ഇത് പിമ്പിൾ പാച്ച് എന്നാണ് പറഞ്ഞത്. സോ ഞാനിതൊരു യൂസ് ചെയ്തിട്ടില്ല പിമ്പിൾ പാച്ചസ്. അപ്പോൾ നമുക്ക് എനിക്ക് അത്യാവശ്യം പിമ്പിൾസ് ഉള്ള ആളാണ്. അപ്പോൾ ഇതിങ്ങനെ ആ പിമ്പിളിൻ്റെ പുറത്ത് വെച്ചാൽ ആ പിമ്പിൾ പോകുമെന്നൊക്കെ പറയുന്നു. ട്രൈ നോക്കാം.
പിന്നെ ഇതൊരു ചാർക്കോൾ ഫേസ് പീൽ ഓഫ്. എനിക്ക് പൊതുവേ ചാർക്കോൾ പ്രോഡക്ട്സ് ഇഷ്ടമാണ്, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ ഓർത്തു. ഇത് ചുമ്മാ ഒരു സെൽഫ് പാമ്പർ സംഭവം. പിന്നെ ഇത് മാത്രമാണ് എംകോയുടെ അല്ലാത്ത പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത്. ഇത് മേബലീൻ്റെ സൂപ്പർ സ്റ്റേ പൗഡർ, ഇതും ഹാഫ് പ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ അഗൈൻ ഇൻസ്റ്റൻറ്റ് ഫ്ലാഷ് പ്രൈമർ, ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഫ്ലാഷ് പ്രൈമർ. ഇതിൻ്റെയൊക്കെ കളേഴ്സ് പോലും എൻ്റെ കളറാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പുറത്തുനിന്ന് കണ്ട് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ മേടിച്ചതാ, നോക്കാം ശരിയാവോ എന്തോ. പിന്നെ ഒരു നെയിൽ ഫൈലർ, ചുമ്മാ ഇതെന്താ നമ്മുടെ കൺസീലർ. അപ്പോൾ ഈ സ്പോട്ട്സും എല്ലാം കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസീലർ. ഇത് ഒരു ലിപ് ഗ്ലോസ്. ഇതെല്ലാം ഭയങ്കര ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ഉള്ള സാധനങ്ങളാണെന്നാണ് പറയുന്നത്. സോ എനിക്ക് അത്യാവശ്യം ഡ്രൈ സ്കിൻ ഉണ്ട്, അപ്പം ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഹെൽപ്പ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കേട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് കൊണ്ടാണ് ഞാൻ ആ പ്രോഡക്ട്സ് മേടിക്കാമെന്ന് നോക്കിയത്, കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിൻ്റെ പ്രോഡക്ട്സ് നല്ലതാണെന്ന്. സോ എനിവേസ്, ഇത് ഫ്ലോലെസ് ഗ്ലോ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ടൈപ്പ് സാധനമാണ്. അപ്പം എന്തായാലും നോക്കാം, നമുക്ക് ഒന്നെങ്കിൽ പ്രൈമറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ വെയർ ഇറ്റ് എലോൺ. ഇതെല്ലാം 4-in-1 പ്രോഡക്ട്സ്, അപ്പോൾ പല പേർപ്പസ് ഉണ്ട് ഇതിനാണ്. എനിക്കിങ്ങനെ പല പേർപ്പസ് ഉള്ള ഐറ്റംസ് വളരെ ഇഷ്ടമാണ്. ഇതൊരു ഹെയർ ഓയിൽ, നമ്മൾ നോർമൽ ഓയിലല്ല, ജസ്റ്റ് നമ്മൾ കുളിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് ജെല്ലിനൊക്കെ പകരം ഓയിലായിട്ട് യൂസ് ചെയ്യാവുന്ന സാധനം. ഇത് നെയിൽ കട്ടർ, ഇത് അത്യാവശ്യം വീട്ടിലെന്നും കാണാതെ പോകുന്ന സാധനം. ആൻഡ് വീണ്ടും വൺ മോർ റേസർ, ഫേഷ്യൽ റേസർ. ഇതും ഒരു ഫേസ് സീറമാണ്. ഇത് ഒരു SPF കൂടെ ഉള്ള ഒരു ഫേസ് സീറമാണ്. സോ ട്രൈ നോക്കാം. ആൻഡ് വാട്ട്സ് ദാറ്റ്? ഇത് മേക്കപ്പ് ബ്രഷ് ക്ലീനർ. സോ മേക്കപ്പ് ബ്രഷ് എപ്പോഴും ഡേർട്ടി ആവുമല്ലോ, അപ്പം മേക്കപ്പ് ബ്രഷ് ഇത് നമുക്കതും കഴുകണ്ട. സാധാരണ എനിക്ക് കഴുകുമ്പം പിന്നെ അത് ഉണങ്ങാനൊക്കെ വെയിറ്റ് ചെയ്യണം. ഇവർ പറയുന്നത് ഇത് കഴുകണ്ട, ചുമ്മാ സ്പ്രേ ചെയ്ത് പേപ്പർ ടവൽ വെച്ച് തുടച്ചാൽ മതി ഇതാണ് പറയുന്നത്. സോ നോക്കാം, hopefully it will go. And one more thing is the lip oil. Lip oil എന്താന്ന് പോലും എനിക്കറിയില്ല, ബട്ട് സൗണ്ട്സ് ഗുഡ്. ഓയിൽ അല്ലേ, അപ്പം ഇതൊരു ടിൻറ്റഡ് ലിപ്പ് ഓയിലാണ്. അപ്പോൾ നമ്മുടെ ലിപ്സിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടാണ്. ട്രൈ ചെയ്യാം. ഇത്ര സാധനം മേടിച്ചല്ലോ, ഇനി ഞാൻ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ കാണിക്കാം. ഇതാണ് എൻ്റെ കറണ്ട് മേക്കപ്പ് ബാഗ്. മേക്കപ്പ് ബാഗിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാമല്ലോ, തീരെ നിഗ്ലക്റ്റ് ഇല്ല, ഭയങ്കരമായിട്ട് നിഗ്ലക്റ്റ് ചെയ്ത സംഭവമാണ്. ഇതിൻ്റെ അകത്തുള്ള ഇത് കണ്ടോ, ഇറ്റ്സ് നോട്ട് ഈവൻ ഫുൾ. ഇത്രേ ഉള്ളൂ എൻ്റെ കറണ്ട് ഐറ്റംസ്. ഇതിൻ്റെ അകത്ത് ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷൻ, ഇതെനിക്ക് ആക്ച്വലി കുറച്ച് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇതുപോലെ വെറുതെ ട്രൈ ചെയ്ത് മേടിച്ചൊരു സാധനം, പക്ഷേ ഇത് ആക്ച്വലി ഇറ്റ് വർക്ക്സ് വെൽ ഫോർ മീ. സോ ഐ ലൈക്ക് ദിസ്. പിന്നെ ഇത് നാറ്റിയോയുടെ ഒരു ലിപ്സ്റ്റിക്കും അല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ലിപ് ക്രയോൺ. പക്ഷെ അധികം ഡ്രൈ ആവുന്നില്ല. എനിക്ക് ഒരു ഭയങ്കര പ്രശ്നമുണ്ട്, എന്തെങ്കിലും പ്രോഡക്ട്സ് ഇട്ടാൽ പെട്ടെന്ന് എൻ്റെ സ്കിന്നൊക്കെ ഡ്രൈ ആകും. ഇത് മേബലീൻ്റെ സൂപ്പർ സ്റ്റേ. സംഭവം നല്ലതാണെങ്കിലും എനിക്ക് ഭയങ്കര ഡ്രൈനെസ് വരും. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ചുണ്ട് പൊട്ടും. ഇതിനിപ്പം പഴയതായോണ്ടാണോ അതോ എനിക്കിപ്പോൾ എൻ്റെ റിയാക്ഷൻ ആവുന്നതുകൊണ്ടാണോ എന്നറിയില്ല, വല്ലാണ്ട് ചുണ്ട് പൊട്ടും. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, ഒരു ഫങ്ഷൻ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ തന്നെ സെയിം ഇതുവരെ കിട്ടിയിട്ടില്ല, മേബലീൻ്റെ സൂപ്പർ സ്റ്റേ. ഇത് ഷെയ്ഡ് 50 വോയേജറാണ്. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ്. ഇത് എത്ര വേണേലും നിന്നോളും, ഫുൾ ഡേ ഒക്കെ. എനിക്ക് ടച്ചപ്പ് സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല, അപ്പോൾ ഒരിക്കൽ ഇട്ടാൽ അവിടെ ഇരിക്കണം. സോ ഐ റിയലി ലൈക്ക് ദിസ് പ്രോഡക്റ്റ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് റിയാക്ഷൻ വരാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതൊരു കൺസീലർ ഞാൻ ട്രൈ നോക്കിയതാണ്, 1 ഫ്ലോപ്പായി. ഞാൻ ഏത് ഷെയ്ഡാണ് മേടിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അങ്ങ് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ്. സോ ഇത് ഭയങ്കര ഫ്ലോപ്പായി. സോ ഞാൻ ഇത് കളയാത്തതിൻ്റെ കാരണം ഐ എം ജസ്റ്റ് ട്രൈയിങ് എന്തെങ്കിലും ഒരു ബ്രോൺസ് ഹൈലൈറ്ററൊക്കെ ആയിട്ട് പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട്. പറ്റില്ലെങ്കിൽ ഞാനിതെടുത്ത് കളയും. പിന്നെ അനദർ സൂപ്പർ സ്റ്റേ ഞാൻ ട്രൈ ചെയ്തതാണ്, പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതിന് 2 സൈഡ്സ് ഉണ്ട്. വൺ സൈഡ് ഇതുപോലെ ലിപ് ബാമും, ദി അതർ സൈഡ് ഇതുപോലത്തെ ഒരു ലിപ് ഗ്ലോസ് ടൈപ്പും. പക്ഷേ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഇതങ്ങനെ സൂപ്പർ സ്റ്റേ അല്ല താനും. ഇത് ഇതിൻ്റെയാ
പേര് എഴുതിയിട്ട് ഇത് മെബിലിൻ തന്നെയാണ്, പക്ഷേ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മൈ നോർമൽ ബ്രഷ് ഫോർ ഫൗണ്ടേഷൻ, എൻ്റെ ഐബ്രോസിനുള്ള ബ്രഷ് ആൻഡ് ലിപ്പ് ലൈനറിനുള്ള ബ്രഷ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഇത് എൻ്റെ സ്ഥിരമാണ്, ഇതെൻ്റെ സ്റ്റേപ്പിൾസാണ്. ഈ ലാക്മേയുടെ ഈ ലിക്വിഡ് ലൈനർ, ഇത് പഴയതാണ്. പഴയൊരു ടെക്നോളജി പണ്ട് നമ്മൾ കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. പക്ഷെ എനിക്കിത് ഇപ്പോഴും ഭയങ്കര ഒരു കംഫർട്ട് ആണ്. സോ ഞാൻ ഇതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് വാട്ട് ഐ സ്റ്റിൽ യൂസ്, ലാക്മേയുടെ ലിക്വിഡ്. ഇത് നാട്ടിൽ നിന്ന് എപ്പോഴും മേടിച്ചുകൊണ്ട് വരും. ആൻഡ് ഇതും ലാക്മേയുടെ തന്നെയാണ്, നമ്മുടെ കാജൽ പെൻസിൽ. അപ്പോൾ അത്രേ ഉള്ളൂ, എൻ്റെ മേക്കപ്പ് ബാഗിൽ അത്രേ ഉള്ളൂ. സോ യാ, എനിവേസ് ഈ പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ ഹോപ്പ്ഫുള്ളി ഐ ക്യാൻ അപ്ഗ്രേഡ് മൈ മേക്കപ്പ് ബാഗ് ഇൻ ടു എ ബിഗർ വൺ ആൻഡ് ട്രൈ നോക്കാം ഓരോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് 1 by 1 ആയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതൊരു ബേസ് ലെയർ ആയിട്ട് ഇടുന്ന സാധനമാണ്. ഇത് SPF 50 സൂപ്പർ ഗ്ലോ ഇൻവിസിബിൾ ഫേസ് സീറം. സോ ഇത് പറയുന്നത് വേറെ ഷെയ്ഡൊന്നുമില്ല, നമ്മുടെ സ്കിന്നിൽ ബേസ് ലെയർ ആയിട്ട് ഇടാവുന്ന സാധനമാണ്. ഓക്കെ, സിസേഴ്സ് ഒക്കെ എടുത്തോണ്ട് വന്നു, ആവശ്യം വന്നില്ല, സിസേഴ്സ് മാറ്റി വയ്ക്കാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ്. ഫേസ് സീറം. ഓക്കെ, വൈറ്റ് കളറാണ്, സോ ഇറ്റ് ഷുഡ് ബി ഫൈൻ. 2-3 പമ്പ് മതി എന്നാണ് പറഞ്ഞേ. സോ എനിവേ നമ്മൾ സാധാരണ നമ്മൾ മോയ്സ്ചറൈസർ ഇടുമല്ലോ. സോ ഇതിപ്പോൾ മോയ്സ്ചറൈസർ ഇടാതെ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ടു സ്മെല്ലും ആണ് കേട്ടോ. സോ എനിക്ക് പൊതുവെ ഒത്തിരി സ്മെല്ലുള്ള പ്രോഡക്ട്സ് ഇഷ്ടമല്ല. ഇത് എങ്ങനെ വരുമെന്ന് എനിവേസ്. ഓക്കെ, ഒരു ഷൈൻ ഉണ്ട്. ഓക്കെ, വലിയ തിക്കല്ല ആൻഡ് ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട് താനും. സോ ഓൾറൈറ്റ്, ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദിസ്. ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, സോ അതെനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഹോപ്പ്ഫുള്ളി തലവേദന വരില്ല, ബട്ട് ആ ഒരു ഗ്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. പ്രൈമർ, ഇൻസ്റ്റൻറ്റ് ഗ്ലോ പ്രൈമർ. ഷെയ്ഡൊക്കെ കറക്റ്റാണോ എന്തോ, അവസാനം മറ്റേ ഡാൻസിന് പോകുന്ന പോലെ ഇരിക്കുമോ എന്ന് ആർക്കറിയാം. ഈ പ്രോഡക്റ്റ് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആണ്, സോ ഇറ്റ്സ് നോട്ട് വെരി ഹെവി പ്രോഡക്റ്റ്. ഐ എം ലൈക്കിംഗ് ദാറ്റ്. ആ ഒരു ഓയിലി ഗ്ലോയി ലുക്ക് എനിക്കിഷ്ടാവുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഫ്ലോലെസ് ഗ്ലോ ട്രൈ ചെയ്യാം. ഇതും 4 in 1 ആണ്. വി ക്യാൻ വെയർ ഇറ്റ് അലോൺ. ഇപ്പോൾ ഒബ്വിയസ്ലി ഞാൻ അകത്ത് പ്രൈമർ ഇട്ടല്ലോ, സോ ലെറ്റ്സ് സീ. Probably not even opening this cup. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഫ്ലോലെസ് ഗ്ലോയുടെ ഇൻസ്റ്റൻ്റ്ലി സ്മൂത്ത് സ്കിൻ എന്നൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്യും എന്തോ. ഓക്കെ, ഇറ്റ് കംസ് വിത്ത് എ സ്റ്റിക്ക്, സോ ദാറ്റ്സ് ഹാൻഡി. കയ്യിൽ അങ്ങനെ ആക്കണ്ട.
പിന്നെ ബ്രഷ് എടുക്കട്ടെ. ഓക്കെ, ഷെയ്ഡ് അത്യാവശ്യം മാച്ചാണ് കേട്ടോ. ഐ എം വെരി സർപ്രൈസ്ഡ്. ഇതിപ്പോൾ ഞാൻ ഏത് ഷെയ്ഡാണ് മേടിച്ചത്? ഇതിലുണ്ടല്ലോ ഷെയ്ഡൊന്നും അങ്ങനെ അവർ പറയല്ലോ. ഓക്കെ, ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് 3.5 ലൈറ്റ് ടു മീഡിയം. ഓക്കെ, കാരണം ഇവരുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തുകാരുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടി ഒത്തിരി ലൈറ്റ് ആണല്ലോ. സോ അതുകൊണ്ട് മാച്ച് ആവുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ബിക്കോസ് പൊതുവേ എനിക്ക് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് വേണ്ടിയിട്ട് ഇവിടെ പ്രോഡക്റ്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഇവർ ഡാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലെവൽ ഡാർക്ക്നെസ് ആയിരിക്കുകയല്ല. സോ എനിവേസ്, ബട്ട് യാ, ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് ദിസ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കൺസീലറൊക്കെ മേടിച്ചായിരുന്നല്ലോ. ഓൾറൈറ്റ്, ഓക്കെ. സോ ഇത് ഐ എം ആക്ച്വലി ക്വൈറ്റ് ഹാപ്പി. ഇപ്പം നോർമൽ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇത് മാത്രം ഇട്ടാലും കുഴപ്പമില്ല. സോ നമുക്ക് ചെറിയൊരു സ്മൂത്ത്നെസ് ഉണ്ട് താനും സ്കിന്നിന്, ബട്ട് ഇറ്റ്സ് നോട്ട് വെരി ഹെവി. ഓൾറൈറ്റ്, കൈൻഡ് ഓഫ് ലൈക്ക് ദിസ്. ലെറ്റ് മീ ട്രൈ ദ കൺസീലർ. ഇത് മേടിക്കാണ്ട് ഐ ബോട്ട് ലൈറ്റ്. സോ നോക്കാം. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ comes with a felt tip. തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വരുന്നില്ലല്ലോ. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പോയി വായിക്കേണ്ടി വന്നു. ഇവർ പറഞ്ഞത് ജസ്റ്റ് കീപ് ട്വിസ്റ്റിംഗ് ട്വിസ്റ്റിംഗ് ട്വിസ്റ്റിംഗ്. എന്താ ഇപ്പോൾ ദാ സ്പോഞ്ചിൽ വന്നല്ലോ. ആ, ശരി ശരി, മനസ്സിലായി. ഓക്കെ. ഇത്രയും ട്വിസ്റ്റ്, കുറേ ട്വിസ്റ്റ് ഉണ്ട് വന്ന്. അവർ പറഞ്ഞ മാർക്സിൽ അണ്ടർ ഐയിൽ ഒക്കെ ഇട്ടോന്നാണ് പറഞ്ഞത്. മാർക്സിൽ ഇടാൻ പോയാൽ ഫുൾ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. ഓക്കെ, നോക്കട്ടെ. ബ്രഷിൻ്റെ ബ്ലെൻഡ് ബ്ലെൻഡ് ബ്ലെൻഡ്. ഇത്രയൊക്കെ സമയം ആർക്കാ ഇന്നും ഇത് ചെയ്യാൻ? ഏയ്, നോട്ട് ബാഡ് ആക്ച്വലി. എല്ലാം മാറിയിട്ടോ. ഓക്കെ, സോ ഇതെൻ്റെ ബേസ് ലെയർ ആണല്ലോ. ആൻഡ് ദിസ് ഈസ് ദ, ഓക്കെ, ഇതുണ്ടോ, ക്വൈറ്റ് ഇംപ്രസ്ഡ്. അതെല്ലാം മാറി, കുറച്ചുകൂടെ അങ്ങോട്ടേക്കില്ലായിരുന്നു. ഈ ഒരു പാടും ഈ ഒരു അണ്ടർ ഐയും ആണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. മം ലൈഫ്. നോർമൽ ഫൗണ്ടേഷൻ, കാരണം ഇപ്പം എന്നെ കണ്ട ഭയങ്കര ഒരു പുട്ടി ലുക്കുണ്ടാകും. അപ്പോൾ അത് മാറ്റി എൻ്റെ ഒരു നോർമൽ ഫൗണ്ടേഷൻ ഒരു നോർമൽ കളർ ആക്കുകയാണെങ്കിൽ ഹോപ്പ്ഫുള്ളി, ബിക്കോസ് ഇത് ഞാൻ ചെയ്തത് ഈസ് ഫോർ ദാറ്റ് ഗ്ലോയി ലുക്ക് ആൻഡ് ഐ എം ഗെറ്റിംഗ് ദാറ്റ് ലുക്ക്. സോ ഐ എം പ്രിറ്റി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇതാണ് കേട്ടോ എൻ്റെ ഫിറ്റ് മീയുടെ കളർ, വിച്ച് ഇസ് ക്വൈറ്റ് ലൈക്ക് ദാറ്റ് കളർ. നമ്മുടെ ഒരു കറക്റ്റ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാ, വാം ഹണി 322 വാം ഹണി. ഓക്കെ, ഇനിയിപ്പോൾ എന്താണുള്ളത്? ഇനിയിപ്പോൾ ആകെ 2-3 പ്രോഡക്ട്സും കൂടി ഉള്ളൂ. ഓക്കെ, ഇത് സൂപ്പർ സ്റ്റേയുടെ പൗഡറാണ്, സെറ്റിംഗ് പൗഡർ. സെറ്റിംഗ് പൗഡർ
കണ്ണൊക്കെ എഴുതിയിട്ടാണോ ഇടുന്നത്, അതിന് മുമ്പാണോ ഇടുന്നത്? ആ എന്തായാലും മുമ്പിടാം. സെക്യൂരിറ്റി ആണല്ലോ. ഇത്ര ബുദ്ധിമുട്ടി തുറന്നു കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അകത്ത് ടേപ്പ്. ഓക്കെ. ആൻഡ് ഇതിന് പൗഡർ ഓക്കെ. ഓ ദാറ്റ്സ് എ ക്യൂട്ട് മിറർ ഓൾസോ. പണ്ട് നമ്മുടെ ലാക്മേ പ്രോഡക്ട്സിനൊക്കെ ഇല്ലായിരുന്നു ഇതാ. നമുക്ക് ഇത്ര വലിയ മിററുള്ളപ്പോൾ ഈ കുട്ടി മിററിൻ്റെ ആവശ്യമില്ല. നോക്കാം. ആക്ച്വലി ഇതേ വേണ്ടല്ലേ. I don't really think that powder did anything. Maybe it's just to set it. I kind of like that look. The oily look better. Okay, powder ഞാനപ്പോൾ യൂസ് ചെയ്യില്ല. ഓക്കെ. ആൻഡ് ഇത് പറഞ്ഞ ഫേസ് ആൻഡ് ഓയിൽ ബോഡി സ്റ്റിക്ക്. ആൻഡ് ഇവർ പറയുന്നത് അപ്ലൈ ഓൺ ടു ഹൈ പോയിന്റ്സ്. ഓ ഇത് ബോഡിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഷിമ്മറിന് വേണ്ടി. അമ്മേ, ഓ ഇങ്ങനൊരു റോൾ ഓൺ പോലെയാ. ഫൈൻ, ഓക്കെ. ഓക്കെ, അതിൻ്റെ ഒരു ഫീൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഇതിൻ്റെ സ്മെല്ലുണ്ടോ? ഇതും ഇവിടെ കണ്ടിട്ടോ. കുറച്ച് വേസ്റ്റായി തോന്നുന്നു. പ്രത്യേകിച്ച് ഇറ്റ്സ് നോട്ട് ഡൂയിങ് എനിത്തിങ്. വലിയ കളറും സംഭവങ്ങളൊന്നും ഞാൻ കാണുന്നുമില്ല. സോ ഐ ഡോണ്ട് നോ. And it's got a very strong smell. The smell, I'm not a big fan. Okay. ഇനിയിപ്പോൾ നമുക്ക് ആകെപ്പാട് 2 പ്രോഡക്ട്സും കൂടെ ഉള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് കണ്ണൊക്കെ ഒന്ന് എഴുതണം. കണ്ണൊക്കെ എൻ്റെ പ്രോഡക്ട്സ് വെച്ച് തന്നെ എഴുതുന്നത്. ബട്ട് ഇവിടുന്ന് മേടിച്ച പ്രോഡക്ട്സ് ആദ്യം നോക്കാം. ഇത് എംകോയുടെ ഓൾറെഡി ഞാൻ മുറിക്കാൻ തുടങ്ങി. ബട്ട് ദിസ് ഈസ് ദെയർ പേരെന്തായിരുന്നു, ബെറി ഫ്ലേവറിൽ വരുന്ന ലിപ് ഗ്ലോസ്. ഭയങ്കര സ്ട്രോങ് സ്മെല്ല് കേട്ടോ ആ മറ്റേ ഓയിൽ സ്റ്റിക്കിന്. This is the berry lip gloss. Okay. It's not a very strong color, but it feels light. And the next one is the lip oil. Lip oil എന്താണെന്ന് പോലും എനിക്കറിയില്ല. ലിപ്പിലിടുന്ന ഓയിലാണല്ലോ. Why do they have to make this packaging so difficult? Because സാധാരണ തുറക്കുന്ന പാക്കേജിങ് തന്നാൽ പോലെ ആൾക്കാർ അടിച്ചു മാറ്റാണ്ടിരിക്കാനായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് തെഫ്റ്റ് വരും. ഇവർ സാധനം മാത്രം അകത്തുനിന്ന് എടുത്ത് ബോക്സ് എടുക്കാണ്ടിരുന്നാൽ പിന്നെ സ്കാനിങ്ങിലൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കാനായിരിക്കും, എനിക്കറിയില്ല. എനിവേസ്, സോ ദിസ് ഈസ് എ ലിപ്പ് ഓയിൽ. ഓയിൽ കൺസിസ്റ്റൻസി ഓൾറൈറ്റ്. പക്ഷേ again ഭയങ്കര കളറില്ല. I like this. But it's a very very slight color. കളർ അധികം ഇല്ല. അപ്പം നമുക്ക് ലിപ്സ്റ്റിക്കിന് പകരമായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഇതാ ഞാൻ ഒരു പ്രോഡക്റ്റും കൂടെ ട്രൈ ചെയ്തു. ഇത് ഒരു ഓയിലാണ്, ഒരു ലീവ്-ഇൻ ഓയിൽ. സോ ഇതിന് മണം ഉണ്ടെങ്കിൽ മിക്കവാറും മണം കാണും.
വരാത്തെ വരൂ 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 വരൂ. ഓക്കെ ഇതാ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഓയിൽ കൺസിസ്റ്റൻസി. ഇത് ഓക്കെ, ആക്ച്വലി ഇതെനിക്ക് ഇഷ്ടപ്പെട്ട, നല്ല മണം, അടിപൊളി. ഷെറാസ്കോഫ് എങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു, ആർക്കറിയാം. അതിൻ്റെ ആർഗൻ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ ഓയിൽ. ഓക്കെ, ഐ ആക്ച്വലി ലൈക്ക് ദിസ്. ഇത് ഞാൻ എന്നെക്കാട്ടി കൂടുതലും മോൾക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത്. കാരണം അവളുടെ മുടി ഭയങ്കര ഒരു ചകിരി മുടിയാണ്. അപ്പം അതിന് എന്തെങ്കിലും ഒരു ഓയിൽ ഐറ്റം ഇട്ടില്ലെങ്കിൽ വല്ലാണ്ട് കിടക്കും. ആൻഡ് ഐ ബീൻ ഓൺ ദ ലുക്ക് ഔട്ട്. ഇപ്പോൾ ഇടുന്ന പ്രോഡക്ട്സ് ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് വർക്ക് ആവുന്നില്ല. സോ ഓക്കെ, ഐ ലൈക്ക് ദിസ്. നല്ലൊരു സീറം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾറൈറ്റ്, now let me do my final touch up for my eyes and my lips. അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇൻകംപ്ലീറ്റ് ലുക്ക് വരും. good old Lakme. Kajal. സാധാരണ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ണെഴുതും, ഒരു ലിപ്സ്റ്റിക് ഇടും. ഈ പറയുന്ന ഫൗണ്ടേഷൻ ഐറ്റംസ് ഒന്നും തന്നെ ഇടാറില്ല. പക്ഷേ എനിക്ക് ഇപ്പം തോന്നാൻ തുടങ്ങി എന്തെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വേണം. എന്നും ഇട്ടില്ലെങ്കിൽ കൂടി നമുക്കൊരു ഓപ്ഷനായിട്ട് വേണം, ഒരു ഫംഗ്ഷൻ ഇടാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരുങ്ങി ഇറങ്ങാനോ ഒക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. ഓക്കെ, ഫൈനൽ എൻ്റെ ലിപ് ക്രയോൺ. ലിപ് ലൈനർ, തേങ്ങ മാങ്ങ ഐറ്റംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഉള്ളതൊക്കെ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഓക്കെ, 2 മണിയായിരുന്നു, പേടിച്ചു പോയി. 12 ആയിട്ടേ ഉള്ളൂ. ഓൾറൈറ്റ്, ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. ബ്ലെമിഷസ് എല്ലാം പോയിട്ടുണ്ട്. ആ ഒരു പാടെല്ലാം മാറിയിട്ടുണ്ട്. ആൻഡ് അണ്ടർ ഐ ആണെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് ക്ലിയർഡ് അപ്പ്. സ്കിന്നിന് ഒരു സ്മൂത്ത് ഫിനിഷ് ഉണ്ട്, വിച്ച് ഐ എം കൈൻഡ് ഓഫ് ലൈക്കിങ്. ഞാൻ ആ ഗ്ലോ സ്റ്റിക്ക് മേടിച്ചത് ഒരു ഹൈലൈറ്റർ ആയിട്ടായിരുന്നു, പക്ഷെ ദാറ്റ് ഡിഡ്ന്റ് വർക്ക്. തിങ്കിങ് ഇനി ഒരു ലിപ് ടിൻറ്റ് വർക്ക് ആവുമെന്നാ. ഒരു മണ്ടത്തരം മേക്കപ്പുള്ള ഫേസിലോട്ടാണ് സാധനം ഡയറക്റ്റ് അപ്ലൈ ചെയ്തത്. ഇല്ല, ദാറ്റ് മേക്സ് നോ ഡിഫറൻസ്. ബട്ട് യാ, kind of like it. ആക്ച്വലി ഐ എം വെരി ഇംപ്രസ്ഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫോട്ടോ. ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പം ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സോ ഐ എം വെരി ഹാപ്പി. ആൻഡ് ആ ഒരു ഗ്ലോയി ലുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ ആ ബേസ് ലെയർ ഗ്ലോ ഐറ്റംസ് ഇട്ടുകൊണ്ട് ആ ഒരു ഡ്രൈ ലുക്ക് ഇല്ല. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ട്രയൽ ഒരു ഭയങ്കര എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് ഇറ്റ് കെയിം ഔട്ട് വെൽ. അപ്പോൾ വാട്ട് ഡു യു തിങ്ക്? ഞാൻ എൻ്റെ അകത്ത് മണ്ടത്തരങ്ങൾ എന്തായാലും കാണിച്ചു കാണും മേക്കപ്പിൻ്റെ കാര്യത്തിൽ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നെ ഒന്ന് പഠിപ്പിക്കുക. ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.